അവരോട് പറയാൻ ആദ്യം എനിക്കുള്ള നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് അദ്ദേഹത്തിനെ കാണുക. ആദ്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ എല്ലാം കണ്ണിൽ കാണുന്ന എല്ലാം നിങ്ങൾ രാഷ്ട്രീയത്തിനെ വെച്ചുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങളുടെ മാനാഭിമാനം, നിങ്ങളെ ജനിപ്പിച്ച അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ എത്രയോ സാധുക്കളായിരിക്കും. അവരൊക്കെ നിങ്ങൾ എന്തെല്ലാം പ്രതീക്ഷയിലായിരിക്കും വളർത്തിക്കൊണ്ട് അപ്പോൾ അവരോട് ഒരല്പമെങ്കിലും നിങ്ങൾക്ക് ബഹുമാനവും സ്നേഹവും കാരുണ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സമയം കളയരുത്. ആ സമയം കൂടി ആ രക്ഷകർത്താക്കൾക്ക് വേണ്ടി ചിലവഴിക്കുക. കാര്യം നിങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി കൊല്ലും കൊലയും ചെയ്യാൻ നടക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കും, നിങ്ങൾ ഉറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കേണ്ടി വരും. അന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ആഴം മനസ്സ്, നിങ്ങൾ മുഖേന ഏതെല്ലാം കുടുംബം വെണ്ണീറായെന്നും ഏതെല്ലാം കുടുംബം കണ്ണീർ കുടിച്ചെന്നും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മുക്കിനും മൂലയിലൊക്കെ വൻ വിനാശം വിതയ്ക്കും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ രക്തത്തിളപ്പമുണ്ട്. ചിലപ്പം ചില നോട്ടുകെട്ടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ ചെയ്യാം. പക്ഷേ സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യനെ വാസ്തവത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നാൽ, അവിടെ അക്കൗണ്ട് തുറന്നാൽ കേരളത്തിൻ്റെ ലെവൽ മാറും, ഗതി മാറും, കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പാടെ മാറും എന്ന് നല്ലതുപോലെ ഉറപ്പ് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം മുതലുള്ളവർക്കറിയാം. പക്ഷേ എന്തിനാ ഇങ്ങനെ അതിൻ്റെ ആവശ്യം? അങ്ങനെ ചെയ്യരുത്. അത് തെറ്റാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ. 10 കൊല്ലം കിട്ടിയില്ലേ, വേണ്ട വിധേന ഈ മനുഷ്യനെല്ലാം സ്നേഹിച്ചു. പിന്നെ എല്ലാവരും ഒന്നുപോലെ കണ്ട് എല്ലാവരും ഒന്നുപോലെ വേറൊന്നും കൊണ്ടറിയില്ല, ഇവർക്ക് നല്ലതുപോലെ അന്തസ്സായിട്ട് വരും. ഇത്രയും കടവൊന്നും വരത്തില്ലായിരുന്നല്ല. ആവശ്യമില്ലാതിനുള്ളതിനെല്ലാം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് അതും പാടില്ല. അപ്പം കേന്ദ്രം ഒരു ശക്തനായ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഒരാളെ നിർത്തണം നോക്കിയപ്പം നല്ലൊരു വ്യക്തി സുരേഷ് ഗോപി തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മോശമായി ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നല്ലേ പറയുന്നത്. കാരണം എന്തും അദ്ദേഹത്തിൻ്റെ കുഴപ്പം, അദ്ദേഹത്തെ എന്ത് തെറ്റ് ചെയ്തു. പക്ഷേ ഇവർക്ക് ഈ പറയുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഒരു പാവമാണെന്ന് സാധുവാണെന്ന് പറയാൻ തെറ്റാണെന്ന് പറയും. പക്ഷേ അവർക്ക് ചിലരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാനും അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടാനെടുക്കാനൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സ്വന്തം രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം രക്തബന്ധങ്ങളെ വെച്ച് പോലും ഇവിടെ പലരും കളിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതറിയോ? അതിനെല്ലാം ഒരു ദിവസം വരും. ആ ദിവസം ആരാണ് എങ്ങനെയാണെന്നുള്ള അതിപ്പോൾ സുരേഷ് ഗോപിയും ചെയ്യും. കാരണം വെച്ചാൽ എല്ലാവരും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറാൻ പോവുകയാണ്. 400 കടക്കുമ്പോൾ അറിയാമല്ലോ, 400 കടന്നിരിക്കും. പിന്നെ അറിയാമല്ലോ പിന്നെ ആരാണ് പിന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള അറിയാമല്ലോ. അവർ ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയിലെല്ലാം ഒരുപാട് ഭേദഗതി വരുത്താനുള്ള എല്ലാ കാര്യങ്ങളും 400 കഴിയുമ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കമൻറ്റുമൊക്കെ ഇടുന്ന വ്യക്തികളുടെ എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഓൾറെഡി എല്ലായിടും ഉണ്ടാവുമല്ലോ. അപ്പം അന്ന് നിങ്ങൾ ഉള്ളതിൻ്റെ അപേക്ഷയാണ്, നിങ്ങളൊക്കെ ഇട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനൊരു വിങ് വരും. ഞാൻ പറയാൻ പാടില്ലായിരുന്നു, പക്ഷേ എങ്കിലും പറഞ്ഞു, ഇതിനൊക്കെ ഒരു അഡീഷണൽ വിങ് വരും. ആ വിങ്ങിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ എല്ലാം എടുക്കുക എന്നുള്ളതുണ്ട്. പക്ഷേ നിങ്ങളുടെ കുടുംബം വിറ്റല്ലല്ലോ, നിങ്ങളിതായാലും നിങ്ങൾക്ക് കരകയറാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു വ്യക്തിയെ അനാവശ്യമായിട്ട് അവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കാൻ പോലും അധികാരമില്ല. മനസ്സിലേ? ആ സ്ഥാനത്ത് ഇവിടെ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണ്? ഒരു പാവം പിടിച്ചൊരു കുഞ്ഞിനെ എന്തെല്ലാം മൃഗീയമായാണ് അവർ കൊന്നു തള്ളിയത്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അല്ലേ? അപ്പം മനസ്സിലായിക്കോണം, ഇതിൻ്റെ നിയമപരം ശക്തമായിട്ട് ഇതൊരു എഴുതി പിടിപ്പിച്ച് കയറി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, തൂക്കുകയറിനപ്പുറം ഒന്നുമില്ല, അത് ഉറപ്പാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിന് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഒരു വിദ്യാഭ്യാസവും കിട്ടാൻ പോകുന്നില്ല, റേഷൻ കാർഡും കിട്ടത്തില്ല, നിങ്ങൾക്ക് ഒരു തൊഴിലും കിട്ടത്തില്ല, ആർക്കൊന്നും നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് പോലും ചെയ്യാൻ പറ്റാത്ത ഗതിയാവും.